ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ക്യാപ്പിന്റെ ഗോൾഡിന്റെ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഗോൾഡ് അനലൈസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പാസ് ആയിട്ടുള്ള ഈ മന്ത് ഞാനിപ്പോൾ രണ്ട് ഫണ്ടഡ് അക്കൗണ്ടാണ് പാസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് അനാലിസിസിലേക്ക് കടക്കാം. അപ്പം ഇത് എച്ച്ലെസ് ഫണ്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ടഡ് അക്കൗണ്ട് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്ന് അക്കൗണ്ടുകൾ. ഒരു $10,000 ടു ഫേസ് അക്കൗണ്ടും അതേപോലെ തന്നെ 25,000 ഒരു സിംഗിൾ ഫേസ് അക്കൗണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പെൻഡിങ് ആക്ടിവേഷൻ ഉള്ള കാണാം. ഇത് ഞാൻ ഇപ്പോൾ പാസ്സായിട്ടുള്ള അക്കൗണ്ടാണ്. ഇത് സിംഗിൾ ഫേസ് അക്കൗണ്ടാണ്. ഇത് ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ലൈവ് അക്കൗണ്ടും ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു മെട്രിക്സ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ ആവറേജ് വിൻ റേറ്റ് കണ്ടോ? ആവറേജ് വിൻ റേറ്റ് 50% ആണ് ഏകദേശം വരുന്നത്. എൻ്റെ ലോസ് റേറ്റ് വരുന്നത് 50%. അപ്പം ഓൾമോസ്റ്റ് ഞാൻ 10 ട്രേഡ് എടുത്താൽ അതിൽ 5 ട്രേഡ് ലോസിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 5 ട്രേഡ് വിന്നും. എൻ്റെ പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ $1,500 ആയിരുന്നു. ഞാനിപ്പോൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓവറോൾ ട്രേഡ്സ് എടുത്തത് 24 ട്രേഡ്സ് ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ? റിസ്ക് റിവാർഡ് കണ്ടോ? എൻ്റെ റിസ്ക് റിവാർഡ് ഒരു ആവറേജ് 2 വരുന്നുണ്ട്. 50%-ലെ ആവറേജ് റിസ്ക് റിവാർഡ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ് ചെയ്ത് എടുക്കാൻ പറ്റും. 50% വിൻ റേറ്റും അതേപോലെ തന്നെ റിസ്ക് റിവാർഡ് 2 എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പലരും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് വളരെ വലിയ റിസ്ക് റിവാർഡ് SMCയും ICTയും പല കോൺസെപ്റ്റും മാർക്കറ്റിലുണ്ട്. അപ്പൊ ഇവരൊക്കെ ഹൈ റിസ്ക് റിവാർഡാണ് അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. അതായത് 1:10, 1:5 ഈ റേഞ്ചിലാണ് മിക്ക SMCക്കാരും ICTക്കാരും ടാർഗറ്റ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം നല്ലൊരു വിൻ റേറ്റും ചെറിയൊരു റിസ്ക് റിവാർഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പാസ് എടുക്കാൻ പറ്റുന്നുള്ളൊരു തെളിവാണിത്. ഓക്കെ, സോ ഞാൻ ആപ്പോൾ എടുത്ത ട്രേഡ് 24 ഈ മന്ത് ഞാൻ പാസ്സായിട്ടുള്ള ഒരു ഫണ്ടഡ് അക്കൗണ്ടാണ് ഇത്. അതേപോലെ തന്നെ ഒരു $10,000 സിംഗിൾ ഫേസ് അക്കൗണ്ട് ഞാൻ പാസ്സായിട്ടുണ്ട്. ഇതാണ് വരുന്നത്, ഈ അപ്ഗ്രേഡ് ചെയ്തത്. ഇവിടെ കണ്ടോ, എൻ്റെ വിൻ റേറ്റ് ആ കൂടെ ഉള്ളത് 39% ആണ്. 39%. വിൻ റേറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് എന്ത് വേണം? നമ്മുടെ റിസ്ക് റിവാർഡ് കൂടണം. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഈവൻ ദോ കഴിഞ്ഞ ഞാൻ 25K അക്കൗണ്ട് ഞാൻ പാസ് ചെയ്ത് 50% വിൻ റേറ്റിലാണ്. ഇവിടെ എനിക്ക് 39% വിൻ റേറ്റ് ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഞാൻ ഈസി ആയിട്ട് ഇത് പാസ്സായി. $700 ആയിരുന്നു തോന്നുന്നു ടാർഗറ്റ്. $600 ആയിരുന്നു ടാർഗറ്റ്. ഞാൻ $729 ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ബട്ട് എൻ്റെ റിസ്ക് റിവാർഡ് കണ്ടില്ലേ, 3.75. അതായത് ഞാൻ $10 റിസ്ക് ചെയ്താൽ $37 എനിക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഫണ്ടഡ് അക്കൗണ്ടിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഈസി ആയിട്ട് വലിയ വിൻ റേറ്റോ അല്ലെങ്കിൽ വലിയ റിസ്ക് റിവാർഡിൻ്റെയോ ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് പാസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് പോവാം. ഞാൻ ഇന്ന് എടുത്ത ട്രേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നലത്തെ അനാലിസിസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് എപ്പോഴും എങ്ങനെയാണ് മൂവ് ചെയ്യുക? ഇമ്പൾസീവ് മൂവ്, റീട്രേസ്മെന്റ്, ആൻഡ് ദെൻ ഇമ്പൾസീവ് മൂവ്, ആൻഡ് ദെൻ അഗൈൻ റീട്രേസ്മെന്റ്, അല്ലേ? ഒരു കറക്റ്റീവ് മൂവ് എപ്പോഴും മാർക്കറ്റിൽ എന്തായാലും ഉണ്ടാവും. ഈ ഒരു കറക്റ്റീവ് മൂവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് മാർക്കറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു രീതിയാണ്. മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുക ഈ രീതിയിലായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോ പ്രാവശ്യം മാർക്കറ്റ് നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു കറക്റ്റീവ് മൂവ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ ട്രേഡ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്, അല്ലേ? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? മാർക്കറ്റ് ഏറ്റവും ഇതിന് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു കറക്റ്റീവ് മൂവ് നമുക്ക് എന്ത് തന്നു? ഒരു കറക്റ്റീവ് മൂവ് നമുക്ക് തന്നു. ഏകദേശം ഈ സ്ട്രക്ചറിന് 50% എത്തിയതിനു ശേഷം എന്താ സംഭവിച്ചത്? മാർക്കറ്റ് വീണ്ടും മേലോട്ട് പുഷ് ചെയ്യാൻ തുടങ്ങി, അല്ലെ? അപ്പൊ ഞാൻ എൻട്രി എടുത്തത് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്.
ഇത് ഞാൻ എങ്ങനെയാണ് എടുത്തതെന്ന് വെച്ചാൽ ഞാൻ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ഞാൻ എൻ്റെ എൻട്രി പ്ലേസ് ചെയ്യാറ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഇവിടെ എനിക്കൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഓക്കെ, നമ്മൾ എപ്പോഴും എൻട്രി എടുക്കുന്നത് എവിടെയായിരിക്കണം? ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നായിരിക്കണം നമ്മൾ എപ്പോഴും ബൈ എൻട്രി പോകേണ്ടത്. ഓക്കെ, സോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു മെത്തേഡാണ് അപ്ലൈ ചെയ്യാറ്. സപ്പോർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ബൈ ചെയ്യും. റെസിസ്റ്റൻസ് ഏരിയയിൽ നമ്മൾ സെൽ ചെയ്യും. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് എനിക്കൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആൻഡ് ഇവിടെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ ഉണ്ട്. അപ്പം ഇതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഓക്കെ, പിന്നെ ഒരു സ്ട്രാറ്റജിയിൽ വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു എൻട്രി കൺഫർമേഷൻ ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്കൊരു എൻട്രി എടുക്കാനുള്ളൊരു സ്ട്രാറ്റജിയാണ് ആദ്യം വേണ്ടത്. ഇപ്പൊ എന്റെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ബൈ ചെയ്യാന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു എൻട്രി മെത്തേഡാണ് വേണ്ടത്. സോ എന്റെ എൻട്രി മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് വരുന്ന ഒരു റിയാക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഈവൻ 1 അവർ പോയാലും 30 മിനിറ്റ്സ് പോയാലും അല്ലേ, നമുക്ക് ഇവിടുന്ന് ഒരു നല്ലൊരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് റീട്രേസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു എൻട്രി പോവാം. ഈ ഒരു എൻട്രിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ഏകദേശം 1:4 ആണ് റിസ്ക് റിവാർഡ് പോയിട്ടുള്ളത്. ഈ ഒരു ഏരിയ വരെ ഞാൻ എൻട്രി എടുത്തത്. ഇതിന്റെ ട്രേഡ് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഈ രണ്ട് ട്രേഡ്, ഇത് ഞാൻ രണ്ട് ട്രേഡ് ആയിട്ടാണ് പുഷ് ചെയ്തത്. സെയിം ട്രേഡാണ്. ഇപ്പോൾ $650 ഏകദേശം $320. ഓവറോൾ $970 $918 അടുത്ത് ഞാൻ എന്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഒറ്റ ട്രേഡ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് ഇന്നത്തെ ട്രേഡിന്റെ അനാലിസിസ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.